ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. തൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ലക്ഷ്യമാണ്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് വിദ്യ അറിവാണ്. അറിവിൻ്റെ അഭ്യാസമാണ് വിദ്യാഭ്യാസം. അറിവിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടേയിരിക്കണം. അമ്മയുടെ സങ്കല്പം കൊണ്ടും സംരക്ഷണം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായ ഈ അമൃത വിദ്യാലയത്തിൽ അമ്മയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്, നിർദ്ദേശത്തിലാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. കേരളത്തിൽ മാത്രം 33 അമൃത വിദ്യാലയങ്ങളും ഒരു ICSE സ്കൂളും പാരിപ്പള്ളി സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂളും കൂടാതെ കഴിഞ്ഞ ആഴ്ച ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ ആലപ്പുഴയിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായി തീരാൻ, അവരെ അത്തരത്തിൽ മൗൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അമ്മ പറയാറുണ്ട്, മക്കളെ, അറിവ് എവിടെ നിന്നും കിട്ടും, പക്ഷേ സംസ്കാരം അത് നമ്മൾ കൊടുക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. ആരാണ് ഈ നമ്മൾ? നമ്മൾ ഓരോരുത്തരും. ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അവൻ ജനിക്കുന്നതിന് മുൻപേ തുടങ്ങും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അമ്മയുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും വികാരങ്ങളും അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ ജനിച്ചു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം, വീട്ടിലെ അന്തരീക്ഷം അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുതകുന്നതാക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്ര പരിസരത്തുള്ള അന്തരീക്ഷമല്ല, ക്ഷേത്രത്തിലെ അന്തരീക്ഷമല്ല ഒരു ടോഡി ഷോപ്പിലെ അന്തരീക്ഷം, ഒരു ഹോസ്പിറ്റലിലെ അന്തരീക്ഷമല്ല ഒരു പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം. ഓരോ അന്തരീക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്തരീക്ഷം മനസ്സിനെ സ്വാധീനിക്കും, വ്യക്തിയെ സ്വാധീനിക്കും. അതുകൊണ്ട് കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ തന്നെ വളർത്തിയെടുക്കുക അച്ഛനമ്മമാരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ വിചാരിക്കും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് പവറുള്ള സമയമാണ് അവരുടേത്. 5 ഇയേഴ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് പവറുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ഓരോ വാക്കും പ്രവൃത്തിയും എത്ര സൂക്ഷിച്ചിട്ട് എത്ര ശ്രദ്ധയോടെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രഥമമായ പങ്ക് അമ്മയ്ക്കാണ്. മദർ ഈസ് ദ ഫസ്റ്റ് ടീച്ചർ.
അമ്മയുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ വളരേണ്ടത്, കൂടെ അച്ഛൻ്റെ സുരക്ഷിതത്വവും. അമ്മ ഈ കുട്ടിയെ, സ്വന്തം കുഞ്ഞിനെ വടിയെടുത്തൊന്ന് അടിച്ചു. കുട്ടി എന്താ ചെയ്യുക? വലിയ വായിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് അമ്മയെ തന്നെ കെട്ടിപ്പിടിക്കുക ചെയ്യുക, അല്ലേ? അമ്മ അടിച്ചാലും എന്ത് ചെയ്താലും അമ്മയാണ് കുഞ്ഞിനെല്ലാം. ആ അമ്മ കൊടുക്കുന്ന സംസ്കാരമാണ് കുട്ടിയെ പിന്നീട് കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ സെക്കൻഡ് മദറായി വരുന്നതാണ് വിദ്യാലയത്തിലെ അധ്യാപികമാർ. ഒരു ടീച്ചർക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നതിനേക്കാൾ പ്രധാനം ടീച്ചർ പറയുന്നതാണ്. ടീച്ചർ ഒരു കുട്ടിയെ, വികൃതിയായ ഒരു കുട്ടിയെ അനുസരിപ്പിക്കാൻ ഒരു ടീച്ചർക്ക് സാധിക്കും. അതെന്തുകൊണ്ടാണ്? ശിക്ഷണം അതാണ്. ഏത് വിദ്യയ്ക്കും നമ്മൾ ഒരു ഗുരുവിന് മുന്നിൽ സമർപ്പണം ചെയ്യേണ്ടതാണ്. ഈ സമർപ്പണം പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എങ്ങനെ ഇരിക്കണം, ഒരു പെൻസിൽ എങ്ങനെ പിടിക്കണം, കൈ കഴുകുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ എല്ലാം സ്കൂളിംഗ് എന്ന് പറയുന്നത് അതാണ്. എല്ലാം കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളത്തെ വാഗ്ദാനങ്ങളായി നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കണമെങ്കിൽ അച്ഛനമ്മമാരും ടീച്ചേഴ്സും ഒരുമിച്ച് നിൽക്കണം. പരസ്പരം സഹകരണത്തോടെ എല്ലാം പങ്കുവെച്ച് ടീച്ചേഴ്സും അച്ഛനമ്മമാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല പൗരന്മാരാക്കി രാജ്യത്തിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും. അമ്മ പറയും, അമ്മയ്ക്ക് നൽകുന്നത് വേറെ ഒരാൾക്കും സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അമ്മ ക്ഷമയുടെ മൂർത്തിഭാവമാണ്. ത്യാഗം, സഹനശക്തി, ക്ഷമ, ഇതെല്ലാം മാതൃത്വത്തിൻ്റെ മുഖമുദ്രയാണ്. ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്താൽ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് കരുതാനേ സാധിക്കൂ. എന്നാൽ ആ തെറ്റ് തിരുത്തി ശരിയിലേക്ക് നയിക്കേണ്ടത് അമ്മമാരുടെ കടമ തന്നെയാണ്. തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അമ്മ പറയും, ഇന്നത്തെ തലമുറയ്ക്ക് അറിവുണ്ട്, ബോധമില്ല, വിവരമുണ്ട്, വിവേകമില്ല. നമ്മൾ അറിവുള്ളവർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. നമ്മളെക്കാൾ അറിവ് കുട്ടികൾക്കുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ നമ്മുടെ പ്രവൃത്തി പരിചയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകേണ്ടത് നമ്മൾ മാത്രമാണ്. അങ്ങനെ നമുക്കൊരുമിച്ച് നിന്ന് അമൃത വിദ്യാലയത്തിൽ ചേർന്നു എന്നാൽ നമ്മൾ ഒരു ഫാമിലിയാണ്, അമൃത ഫാമിലിയാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല കുട്ടികളാക്കി, നമ്മുടെ കുട്ടി, എൻ്റെ കുട്ടി ഫസ്റ്റ് മേടിക്കണം എന്ന് വിചാരിക്കാതെ എൻ്റെ കുട്ടി ബെസ്റ്റ് ആവണം എന്ന് എല്ലാവരും ചിന്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓരോന്നും ദിവസവും കൊടുക്കുന്നത്, അത് നമ്മുടെ കുട്ടികൾക്ക് ദിവസവും കിട്ടണമെങ്കിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ സ്കൂളിൽ എത്തണം, അല്ലേ? സുഖമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിയുന്നതും ലീവ് എടുക്കാതിരിക്കുക. കൃത്യസമയത്ത് നമ്മൾ ചെയ്യുന്നതെന്തും അച്ഛനമ്മമാരെ ഇമിറ്റേറ്റ് ചെയ്യും കുട്ടികൾ. കൃത്യസമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കുക. അച്ഛനമ്മമാരും ടീച്ചേഴ്സും യഥാർത്ഥത്തിൽ റോൾ മോഡൽ തന്നെയാണ്. അവരങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും.
അച്ഛനാണ് അവരുടെ ഹീറോ. എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ. ഞാൻ ഒരിക്കൽ UKG പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, എൻ്റെ അച്ഛനാണ് ഇവിടെ എല്ലാവർക്കും വെളിച്ചം നൽകുന്നത് എന്ന്. അവൻ്റെ അച്ഛന് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അവൻ്റെ ലോകത്ത് ഏറ്റവും വലുത് അവൻ്റെ അച്ഛനാണ്. അച്ഛനാണ് എല്ലാവർക്കും വെളിച്ചം നൽകുന്നത്. അച്ഛനാണ് എല്ലാ വീട്ടിലും ബൾബ് വയ്ക്കുന്നത്. എത്ര അഭിമാനത്തോടെയാണെന്നറിയോ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നമ്മളോട് പറയാറ്. അതുപോലെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കുറിച്ച് നമ്മളോട് കുഞ്ഞു മക്കൾ പറയാറ്. അവർക്ക് അഭിമാനത്തോടെയാണ് അത് പറയാൻ സാധിക്കുന്നത്. കുട്ടികൾ വലുതായാലും അഭിമാനത്തോടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ യഥാർത്ഥ സംസ്കാരം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. ആവശ്യമുള്ളതെല്ലാം മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരായി മാറരുത് അച്ഛനും അമ്മയും. ആവശ്യമെന്ത്, അത്യാവശ്യമെന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്കും സാധിക്കണം. അവർ ഒരു വിഷമവും കൂടാതെ അവരെ വളർത്തിയാൽ അവസാനം അവർ കാരണം നമ്മൾ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് നിലയിലാണോ ഉള്ളത് അതിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആ കുഞ്ഞുങ്ങളെ നമുക്ക് രാഷ്ട്രത്തിന് ഒരു തലമുറയ്ക്ക് ഏറ്റവും നല്ല പൗരന്മാരായി കൊടുക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും കുട്ടികൾക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകാനും അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനും എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഓരോരുത്തരായി വന്ന് ഹരിശ്രീ എഴുതിയിട്ട് അതത് സ്ഥാനത്ത് തന്നെ വന്നിരിക്കുക. ശേഷം ക്ലാസ് ടീച്ചറും സബ്ജക്റ്റ് ടീച്ചേഴ്സും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും. ഗൈഡ് ലൈൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ തരും. ഡൗട്ട് ക്ലിയർ ചെയ്യാം. ടീച്ചേഴ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് മേടിക്കാം.